ലാസ്റ്റ് ടൈമിൽ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന സ്റ്റുഡൻസ് അതിപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഇതേ ഇൻസ്ട്രക്ഷൻ ഞാൻ ഇതേപോലെ പറഞ്ഞു വിട്ടിരുന്നായിരുന്നു. ചില ഏരിയാസ് ഞാൻ കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് പഠിക്കാനും പറയും, ചില പോയിന്റുകൾ നിങ്ങളോട് നോട്ട് ചെയ്യേണ്ടതായിട്ട് ഞാൻ പറയും. അത് കറക്റ്റ് ഫോളോ ചെയ്യുക, അവിടുന്ന് മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഇത് തന്നെയാണ് എനിക്ക് ഈ പ്രാവശ്യം പറയാനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഡിസംബറിൽ ഡെമോഗ്രാഫി എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. ഞാൻ ക്ലാസ്സിൽ ഇത് ഇതേപോലെ പഠിപ്പിച്ചു വിട്ടതാണ്. ഇവിടുത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യണം, അത് അതേപോലെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സീനിയേഴ്സിന് ലാസ്റ്റ് ടൈം ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിപ്പിച്ച കാര്യം അതേപോലെ ചോദിക്കുമായിരുന്നു. ഇപ്പൊ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ ഞാൻ ഇവിടുത്തെ കോൺസെപ്റ്റിൽ പ്രധാനമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഇതാണ് ലൈഫ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ലൈഫ് ടേബിൾ, ഡെഫിനിഷൻസ്, അവിടുത്തെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, അതിന്റെ ഫോർമുലേഷൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു വിട്ടതായിരുന്നു. അത് തന്നെയാണ് ബേസിക്കലി ഇവിടെ എന്താണ് ലാസ്റ്റ് ടൈം നേരിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ലൈഫ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കണക്റ്റഡ് എന്ന രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നെഗറ്റീവ് കോണ്ടസ്റ്റിനാണ് ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ ലാസ്റ്റ് ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഡെമോഗ്രാഫിയിൽ കുറെ വൈറ്റൽ റേറ്റ്സ് ഉണ്ട്. CBR ഉണ്ട്, CDR ഉണ്ട്, TFR ഉണ്ട്, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്. അതിന്റെ എല്ലാ ഡെഫിനിഷൻസും ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്. വളരെ TFR ഒക്കെ എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. TFR എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി നമുക്കറിയില്ല, എപ്പോഴും സിഗ്മ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ടൈംസ് വാട്ട് 1000 ഇതാണ് സിഗ്മ വരുന്നതിൻ്റെ അകത്ത്. ഈ ഇക്വേഷൻസ് എടുത്ത് നോക്കി ഒറ്റ ഓർമ്മേ ഉള്ളൂ. അതായത് TFR എന്ന് പറഞ്ഞിരിക്കുന്നത് സിഗ്മ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ദിവസം ഞാൻ ക്ലാസ് ഡിസ്കസ് ചെയ്യപ്പെട്ടാണ്. ലാസ്റ്റ് എക്സാമിന് മുമ്പ് ഇതേപോലെ ഞാൻ പറഞ്ഞു വിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടുത്തെ ബേസ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഞാൻ പറഞ്ഞു തന്നത് TFRന്റെ ഇക്വേഷൻസ് അറിയാമെങ്കിൽ C=4 അവിടെ വരണം. C=4 വരുന്നിരിക്കുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? എഫക്റ്റീവ്ലി ഒറ്റ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് C=4 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. എത്ര ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അടക്കം ഞാൻ പറഞ്ഞു വിട്ടതാണ് ഈ ഇക്വേഷൻസ് അടക്കമുള്ള കാര്യം. അതേപോലെ ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഏതാ ക്രോണോളജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടുത്തെ തിയറീസ് നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചാണ്. ആ തിയറിയുടെ ഡിഫറെന്റ് സ്റ്റേജസ് നമ്മൾ കണ്ടതാണ്. അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ആണ് വേറെ ക്വസ്റ്റൻ ആയിട്ട് നമുക്കവിടെ ചോദിച്ചിരുന്നത് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ബ്ലാക്ക് കേസിന്റെ ഡെമോഗ്രാഫിക് ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജസ് നിന്ന് അനദർ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലാസ്റ്റ് ടൈം ഡെമോഗ്രാഫി എന്ന് മാത്രമായിട്ട് നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന എക്സാമിൽ നമുക്കവിടെ ചോദിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ശ്രദ്ധിച്ച് നമുക്ക് ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഏതാണ്? ഡെമോഗ്രഫി ആൻഡ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് ആണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഡെമോഗ്രഫിയാണ്. യൂഷ്വൽ കേസിൽ ഏകദേശം ഒരു 3 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് ഡെമോഗ്രഫി നമുക്ക് നേരിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഡെമോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ കുറച്ച് തിയറീസ് ഉണ്ട്. തിയറീസിന്റെ ക്ലാസ്സുകളിലേക്ക് ഞാൻ നിങ്ങളോട് വരും. ഓക്കെ, ഡെമോഗ്രാഫിക് ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് അവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാൽത്യൂഷൻ തിയറീസ് അവിടെയുണ്ട്. പിന്നെ കണക്ട് നമുക്ക് കാൾ മാർക്സിൻ തിയറിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരു ഓർഡേഴ്സ് ഉണ്ട്. അത് നമുക്ക് നോക്കാം, കറക്റ്റ് ആയിട്ട് തിയറീസ് നോക്കാം. തിയറീസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഡെമോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നാണ് ഒന്നാമത് പറഞ്ഞു തരുന്നത്. ഒന്ന്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട്. ആ തിയറിയെ ബേസ് ചെയ്ത് നേരിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മിനിമം അവിടുന്ന് ചോദിക്കുന്ന തിയറികളും ആ തിയറിയുടെ ബേസിക് കോൺസെപ്റ്റുകളും അതിന്റെ എക്കോണമിസ്റ്റും അതിന്റെ ക്രോണോളജിക്കൽ ഓർഡേഴ്സും ആൻഡ് ദെൻ ട്രാൻസിഷൻ ഒക്കെ ആണെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജസും അതിന്റെ ഫീച്ചേഴ്സും ഒക്കെയാണ് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത് അതാണ്. വളരെ ഈസിയാണ്, ഏത് സ്റ്റുഡന്റിനും ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഡെമോഗ്രാഫിക് വൈറ്റൽ റേറ്റ്സ് ആണ്, കോൺസെപ്റ്റ്സ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ CBR ക്രൂഡ് ബർത്ത് റേറ്റ്, CDR ക്രൂഡ് ഡെത്ത് റേറ്റ്, ആൻഡ് ദെൻ അതുപോലെ TFR ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, അതുപോലെ തന്നെ GFR ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്, നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, ആൻഡ് ദെൻ പോസ്റ്റ് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനത്തെ കുറെ കോൺസെപ്റ്റ്സുകൾ ഇവിടെ ഉണ്ട് എന്നതാണ്. ഇത് മുഴുവൻ നിങ്ങളുടെ LMSൽ ഓൾറെഡി ഞാൻ പെർഫെക്റ്റ്ലി അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വൈറ്റൽ റേറ്റ്സ് എന്ന് പറയുന്ന PPT എടുത്ത് നോക്കിയാൽ മതി. കറക്റ്റഡ് ബർത്ത് റേറ്റ് അടക്കമുള്ള, അതായത് UGC റെഗുലർ ആയിട്ട് ചോദിക്കുന്ന എല്ലാ വൈറ്റൽ ഡെമോഗ്രാഫിക് കോൺസെപ്റ്റ്സിന്റെയും മീനിങ്സും അതിന്റെ കാൽക്കുലേഷൻ എക്സാമ്പിൾ അടക്കം ഇക്വേഷൻസ് അടക്കം ഞാൻ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടുന്ന് ചോദിക്കുന്ന ചില കോൺസെപ്റ്റിനെ ബേസിട്ടാണ്. ഐ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. 2, ഡെമോഗ്രാഫിക് ഡ്യുവലിസം ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഏജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ലൈഫ് ടേബിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ യൂഷ്വലി ഒരു ഇത്രയും ഏരിയയിൽ നിന്നാണ് നമുക്ക് സാധാരണഗതിയിൽ എന്ത് ചോദിക്കുന്നത്, ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റുഡന്റിനും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുത്ത് കൊണ്ടുപോകാവുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു
ചോദിച്ചത് ലാസ്റ്റ് ടൈം ചോദിച്ച 5 ക്വസ്റ്റ്യൻ ഡെമോഗ്രാഫി എന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ എന്റെ ഒരു കൺസേൺ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈമിലും ഞാനിത് ഇൻസിസ്റ്റ് ചെയ്ത് പറയും, നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത്, ഇന്ന കോൺസെപ്റ്റുകളാണ്, ഇവിടുന്ന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നിട്ട് ഞാൻ ക്ലാസ്സിന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരും. എന്നിട്ട് അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതെ പോകുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ TFR കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ പറഞ്ഞ രീതിയിലേക്ക് അതിന്റെ ഡെഫിനിഷൻ അറിയത്തില്ല, അതിന്റെ ഇക്വേഷൻസ് കണ്ടാൽ തിരിച്ചറിയാൻ ഇപ്പൊ കണ്ടു ഒരു മാച്ച് ഫോളോയിങ് ക്വസ്റ്റൻ അവിടെ കാണിച്ചില്ലേ, അതിൽ TFRന്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, കോൺസെപ്റ്റ് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ ക്ലാസ് കേട്ടിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ആ കോൺസെപ്റ്റിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പൊ എന്റെ പോയിന്റ് ഇതാണ്, ഇനി അങ്ങോട്ട് ഈ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള വളരെ വ്യക്തമായിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്ത് തരും. ഡെമോഗ്രഫിയുടെ കാര്യം മാത്രമേ പകുതി നമുക്ക് തിരിക്കാൻ സാധിക്കും, എൻവയോൺമെന്റിലും ഉണ്ട്, അതുപോലെ തന്നെ ഡെമോഗ്രഫി ഉണ്ട്. ഇപ്പൊ ഡെമോഗ്രഫിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന്, അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു 5-6 തിയറീസ് ഉണ്ട്, അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരും. 2, ഡെമോഗ്രഫിയുടെ വൈറ്റൽ റൈറ്റ്സ് ഉണ്ട്. വൈറ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സ് ആണ് ആക്ച്വലി. അതിന്റെ ഡെഫിനിഷൻസും ഇക്വേഷനും കാൽക്കുലേഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിൾ ആണ് ആ പറയുന്ന കാര്യങ്ങൾ. CBRും CADRും TFRും GFRും NNRും പോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, ഇൻഫന്റ് മോർട്ടാലിറ്റി, ചൈൽഡ് മോർട്ടാലിറ്റി ആൻഡ് ദെൻ അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി പോലുള്ള ബേസിക് കോൺസെപ്റ്റ്സുകളാണ് നമുക്ക് അതിന്റെ അറിഞ്ഞിരിക്കേണ്ട ഫോമ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ തന്നെ എന്ത് വേണം, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്, ഡെമോഗ്രാഫിക് ഡ്യൂവലിസം ഉണ്ട്. ഡെമോഗ്രാഫിക് ഡ്യൂവലിസം വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. പിന്നെ മൈഗ്രേഷൻ ഉണ്ട്, ലൈഫ് ടേബിൾ ഉണ്ട്, പോപ്പുലേഷൻ സ്ട്രക്ചർ ഉണ്ട്, ഐ മീൻ ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ പോപ്പുലേഷൻ പിരമിഡ് എന്ന രീതിയിലേക്ക് നമ്മളവിടെ പറയും. പിന്നെ അതുകൂടാതെ ഇവിടുന്ന് കറണ്ട് അഫയേഴ്സ് ചോദിക്കും. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും 1-2 കാര്യങ്ങളാണ്. ഒന്ന്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. ക്ലാസ്സിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം എടുത്തു തന്നിരുന്നു. LMSൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 4ഉം 5ഉം കമ്പയർ ചെയ്ത് കിടപ്പുണ്ട്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നതാണ്. 2, പോപ്പുലേഷൻ സെൻസസ് 2011 വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടതാണ്. മൂന്നാമത്തത് SRS ഡാറ്റ, സാമ്പിൾ സർവേ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ അതും അതിന്റെ കൂടെ തന്നെ അതിന്റെ സ്പെഷ്യൽ ബുള്ളറ്റിൻ ഉണ്ട് മെറ്റേൺ മോർട്ടാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പഠിക്കേണ്ടത്. ഓക്കെ, സോ അപ്പം നോട്ട് ചെയ്തോ, കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് ഡെമോഗ്രഫി എന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം. ഫസ്റ്റ് വൺ, റിലേറ്റഡ് തിയറീസ്. ഒരു 1 to 6 തിയറീസ് ഉണ്ട്. അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ, മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻ, ബേസിക് കോൺസെപ്റ്റ്സ്, കൺസേൺ എക്കോണമിസ്റ്റ് ആൻഡ് ദെൻ ട്രാൻസിഷൻ തിയറീസ് ഒക്കെയാണ്. ഡിഫറെന്റ് ട്രാൻസിഷൻ തിയറീസ്, ഓരോ സ്റ്റേജസിന്റെ ഫീച്ചേഴ്സ്, അതുപോലുള്ള കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. 2, ഏതാണ് ഇവിടുത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ഡെമോഗ്രാഫിക് ഡ്യൂവലിസം ആൻഡ് ദെൻ മൈഗ്രേഷൻ. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഏതാ, ഏജ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ പിരമിഡ്, ഏജ് സ്ട്രക്ചർ പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് എന്താണ് അറിഞ്ഞിരിക്കണമല്ലോ. പറയുന്ന പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 4ഉം 5ഉം കമ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5ൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. 2011 സെൻസസിന്റെ ഫീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് അവിടെ അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ അടുത്ത അവിടെ എന്താണ്, സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം, അതായത് SRS ഡാറ്റ എന്ന് പറയുന്നത്. SRS ഡാറ്റ വളരെ വ്യക്തമായിട്ടുള്ള അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് കണ്ടോ, in relation to the consideration of the demographic dividend, there appears to be demographic divilism exhibited by the Indian states. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ തന്നെയാണ്. കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേനും അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന, ഇവിടെ കറക്റ്റ് ആയിട്ട് ഞാനത് പറഞ്ഞു, ഇവിടെ എടുത്ത് നോക്കുന്നത് കണ്ടോ, കേരളമുണ്ട്, പഴയ കണക്കുകളിൽ പുതിയ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എടുക്കുമ്പോൾ പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രയൊക്കെയാണ് വരുന്നത്. അവരുടെ TFR എന്ന് പറയുന്നത് 1.6 ആണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് പോലുള്ള ആൾക്കാരുടെ TFR എന്ന് പറയുന്നത് 3, 2.4, 2.3 ഒക്കെയാണ്. ഇത് രണ്ടും ഒരേപോലെ ഇന്ത്യയിൽ വരുന്നു. ഈ അൺഈവൻ പ്രോഗ്രസ് ഓഫ് പോപ്പുലേഷൻ ട്രാൻസിഷൻ നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ഏത്, ദ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഇനി നിങ്ങൾ വായിച്ചു നോക്കിയേ, ഇൻ റിലേഷൻ ടു ദി കൺസിഡറേഷൻ ഓഫ് ദി ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് there appears demographic dualism exhibited by the Indian state. In this regard, consider the following factors: TFR, sex ratio, per capita income, urbanization rate. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഡ്യുവലിസം, ഡെമോഗ്രാഫിക് ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യുവലിസം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ബോത്ത് A and B. A and B എന്ന് പറയുന്നതിന് സെക്സ് റേഷ്യോയും TFR. പിന്നെ പറഞ്ഞിരിക്കുന്നു only A എന്ന് പറയുന്നതിനും TFR മാത്രം. പിന്നെ പറഞ്ഞിരിക്കുന്നു B and C എന്ന് പറയുന്നത് സെക്സ് റേഷ്യോയും പെർ ക്യാപിറ്റയും ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നു A, B and D. AB അതായത് ടോട്ടൽ ഫെർട്ടിലിറ്റി, സെക്സ് റേഷ്യോ ആൻഡ് D. പിന്നെ പറയുന്നത് D, അർബനൈസേഷൻ. അപ്പൊ പറ, ഇതിന്റെ ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ ഏതായിരിക്കും? ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ച് പറഞ്ഞ ഇതിന്റെ ആൻസർ ഏതായിരിക്കും? സെക്സ് റേഷ്യോ എവിടെ ഉണ്ടോ? TFR ആണോ? അർബനൈസേഷൻ ആണോ? ഏത് വെച്ചിട്ടായിരിക്കും, ഏത് കോമ്പൗണ്ട് വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ഡെമോഗ്രാഫിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടേ? സി,
ഡെമോഗ്രാഫിക് ഡിവിലിസം ഡിഫൈൻ ചെയ്യുന്ന മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? TFR തന്നെയാണ്. ഇത് കണ്ടോ, ഡെമോഗ്രാഫിക് ഡിവിലിസം എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ഡിഫറൻസസ് ഇൻ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. അപ്പൊ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഡിഫറൻസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ഡിഫറെന്റ് ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടായിരിക്കുക, ഡിഫറെന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായിരിക്കുക, ഡിഫറെന്റ് ഏജ് സെക്ടേഴ്സ് ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ഫെർട്ടിലിറ്റി, ഡിഫറെന്റ് മോർട്ടാലിറ്റി ആൻഡ് ഏജ് സ്ട്രക്ചർ ഇതെല്ലാം പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്? TFR-ഉമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓൺലി എ ആണ് വരേണ്ടത്. ഓൺലി എ. ഇത് കണ്ടോ, ബി ആണ് കറക്റ്റ് ആൻസർ വേണ്ടത്. TFR മാത്രമാണ് ഡെമോഗ്രാഫിക് ട്രാൻസാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് അവിടെ ഡെമോഗ്രാഫിക് ഡിവിലിസത്തിന്റെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എടുത്തു നോക്കുക, വൈഡ് ഡിഫറൻസ് ഉണ്ട്. ബീഹാറും കേരളവും പോലെയുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും വളരെ ഹൈ ആണ് ബീഹാറിന്റെ TFR എന്ന് പറയുന്നത്, വളരെ ലോ ആണ് കേരളത്തിന്റെ TFR എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി ഈ തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് ഡെമോഗ്രാഫിക് ഡിവിലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ സെക്സ് റേഷ്യോ ഇല്ല. സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും എന്തല്ല, ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷനോ അതല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിലിസോ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടർ അല്ല, അല്ലെ? അത് കുറച്ചുകൂടി ഒരു സോഷ്യൽ കൾച്ചറൽ ഇൻഡിക്കേറ്റർ ആണ് പ്രധാനമായിട്ടും പറഞ്ഞതിനും. അപ്പൊ ഒരിക്കലും ഡെമോഗ്രാഫിക് ഡിവിലിസോ ഡെമോഗ്രാഫിക് ട്രാൻസിഷനോ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് അല്ല ഏത് ഈ പറയുന്ന സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെന്താണ് പെർ ക്യാപിറ്റ ഇൻകം? നോ. വെൽഫെയർ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്? പെർ ക്യാപിറ്റ ഇൻകം നമ്മളോട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും ഏത് പെർസ്പെക്റ്റീവിലല്ല, ഈ പറഞ്ഞ ഡെമോഗ്രാഫിക് ഡിവിലിസം ട്രാൻസിഷൻ പെർസ്പെക്റ്റീവ് അല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? എക്സാക്ട്ലി ഓൺലി എ ആണ് വരേണ്ടത്. ഇത് കണ്ടോ, ഈ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ആദ്യം കാണിച്ച ക്വസ്റ്റ്യൻ 2021-22 മെർജർ സൈക്കിൾ ചോദിച്ചേക്കുന്നതാണ്. ഇനിയും ചോദിക്കും. ഇന്ന് ഞാൻ പഠിപ്പിച്ച കോൺസെപ്റ്റുകളെല്ലാം വെച്ചിട്ട് ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിക്കും വേറൊരു പെർസ്പെക്റ്റീവില്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. എന്ന് ചോദിച്ചാണ് 2018 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റിന്റെ അതേ റിപ്പീറ്റേഷൻ വായിച്ചു നോക്കി. അതേ കാര്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. TFR, സെക്സ് റേഷ്യോ, പെർ ക്യാപിറ്റ ഇൻകം, ഫെർട്ടിലിറ്റി റേറ്റ് മാത്രം വെച്ചിട്ടാണ്, TFR മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? ഡെമോഗ്രാഫിക് ഡിവിലിസം ഇൻ കൺസിഡറേഷൻ വിത്ത് ഡെമോഗ്രാഫിക് ഡിവിഡൻ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്? ഡിസ്കസ് ചെയ്യും. ഓൺലി എ ആണ് ആൻസർ അവിടെ വേണ്ട. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് പോയ ആർക്കെങ്കിലും ഇത് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ ക്വസ്റ്റിന്റെ ആൻസർ ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഡിസംബറിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ട്. ലാസ്റ്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് ദ ഡെമോഗ്രാഫിക് ഡിവിഡൻ റിലേറ്റ്സ് ടു വിത്ത് ആസ്പെക്ട്സ് ഓഫ് ദി പോപ്പുലേഷൻ. എന്താ ഡെമോഗ്രാഫിക് ഡിവിഡൻ? ഇന്ന് നമ്മൾ പഠിച്ചാണ്. an increase in the life expectancy ആണോ? an increase in the sex ratio ആണോ? a decline in the TFR ആണോ? an increase in the share of working age population? എക്സാക്ട്ലി അതാണ്. ഡിപ്പെൻഡൻസി റേഷ്യോ കുറഞ്ഞ് വർക്കിംഗ് ഏജ് പോപ്പുലേഷന്റെ പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടി നിൽക്കുന്ന സിറ്റുവേഷൻ, അതാണ് ആക്ച്വലി ഡെമോഗ്രാഫിക് ഡിവിഡൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ എന്ത് വരേണ്ടത്? നമുക്കവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് എന്നുള്ളതാണ്.